7,500, 4,800. അങ്ങനെ അവസാനം അഹാന കൃഷ്ണയ്ക്കും സാരി സ്റ്റോറീസ് ബൈ മിഥിലയ്ക്കും ഇട്ടൊരു വലിയ കൊട്ടു കൊടുത്തിരിക്കുകയാണ് പോത്തീസ്. പോത്തീസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള വലിയ ഒരു വസ്ത്ര വ്യാപാര ശൃംഖലയാണ്. കേരളത്തിൽ ട്രിവാൻഡ്രം, ഇവിടെ എറണാകുളത്ത്, കലൂർ ഒക്കെ അവർക്ക് ഷോപ്പുകളുണ്ട്. ഈ ഷോപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റൊരു യൂണിവേഴ്സിലേക്ക് നമ്മൾ എത്തപ്പെട്ടതുപോലെ തോന്നും. അത്രയ്ക്കും വലിയ കളക്ഷൻസും കാര്യങ്ങളും. പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ചിലപ്പോഴൊക്കെ ഞാൻ തുണിയെടുക്കാൻ പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കും, ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഈ കച്ചറ സബ്ജക്റ്റും പൊക്കി പിടിച്ചുകൊണ്ട് വരാൻ നാണമില്ലേതാളെ, എഴുന്നേറ്റ് പൊക്കോളാം, നാണമുണ്ട്. കഴിഞ്ഞ ദിവസമേ പോത്തീസിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ വന്നു. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളും പറയണമെന്ന് തോന്നി. ആ വീഡിയോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തേക്കാം. ഈ വൈറൽ സാരിയുടെ പ്രൈസ് ഗസ് ചെയ്യാമോ? 7,500, 4,800. ഈ വൈറൽ സാരിയുടെ പോത്തീസ് പ്രൈസ് വെറും 3,350. ഞെട്ടിയില്ലേ? ഇത് വേറെ എവിടെയും കിട്ടില്ല. ഈ വീഡിയോയിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്, തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഈ സാരി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ, ഇതിന് 7,500 രൂപയല്ല, 4,800 അല്ല, അവർ ഇട്ടിരിക്കുന്ന വില 3,000 ആണ്. 3,000 സംതിങ് രൂപ, 3,500 താഴെ. അപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ സെയിം സാരിക്ക്, അതായത് അഹാന കൃഷ്ണ ഇട്ടിരുന്നത് 7,500 രൂപ, സാരി സ്റ്റോറീസ് ബൈ മിഥില ഇട്ടിരുന്നത് 4,800 രൂപ. മറ്റു ചില ബുട്ടികൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മെറി പോൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അവിടെ 4,100 രൂപ. പിന്നെ ഈ സാരി നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അറിയാം, അത്ര നല്ല ഓർഗൻസ ഫാബൊന്നുമല്ല. അന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വള എന്ന് 10-12 മിനിറ്റ് എൻ്റെ തൊണ്ടയിലെ വെള്ളം കളഞ്ഞ് സംസാരിച്ചപ്പോൾ അഹാന കൃഷ്ണ ഫാൻസ് ആണെന്ന് ഞാൻ കരുതുന്ന കുറച്ച് ആളുകൾ വന്ന് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. നിനക്ക് എന്നാ കുന്തോ അറിയാം, ഓർഗൻസ ഫാബ്രിക്കിനെ കുറിച്ച് നിനക്ക് എന്നാ അറിയാം, എന്തോ വലിയ കാര്യം പറയുന്ന രീതിയിലാണല്ലോ ഈ സാരിയൊക്കെ എത്ര രൂപയ്ക്കാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് എന്നറിയാമോ എന്നൊക്കെ ഒരുപാട് ആളുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഈ സാരി മാനുഫാക്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 1,000 രൂപയിൽ താഴെ, അല്ലെങ്കിൽ ചിലയിടത്തെങ്കിലും 1,200 രൂപയ്ക്ക് കിട്ടിയതായിരിക്കാം. ആ ഒരു സാരിയാണ് ഈ 7,500 രൂപയൊക്കെ വിലയിട്ടും 4,800 രൂപ വിലയിട്ടും. 4,800 പിന്നെയും നമുക്ക് ഓക്കെ പറയാം, 7,500ൻ്റെ മുന്നിൽ. 7,500 വിലയിട്ടത്, അല്ലെങ്കിൽ അവർ ഒരു തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു വില തെറ്റാണ്. കാരണം ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള പ്രൈസേ കൊടുക്കാവൂ. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, മാർജിൻ ഇടുമ്പോൾ പല കാര്യങ്ങളും, ലാഭം ഉൾപ്പെടെ, അവരുടെ ചിലവുകൾ ഉൾപ്പെടെ, ഈവൻ ആ പാക്ക് ചെയ്യുന്ന കവറിൻ്റെ പ്രൈസ് ഉൾപ്പെടെ ഒക്കെ നോക്കിയിട്ടേ പ്രൈസ്, അതായത് ആ സാരിക്ക് പ്രൈസ് ഈടാക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ഈ പാക്ക് ചെയ്യുന്ന കവറിൻ്റെ ആണെങ്കിലും ഇനി മറ്റെന്ത് കാര്യങ്ങളുടെ ആണെങ്കിൽ കൂട്ടിയാൽ പോലും ഈ ഒരു സാരിക്ക് 7,500 രൂപ മതിപ്പില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പോത്തീസ് ആ സാരിക്ക് വെറും 3,000 രൂപയ്ക്ക് വിൽക്കുന്നത്. പോത്തീസ് പോലുള്ള അത്രയും വലിയൊരു ടെക്സ്റ്റൈൽസ് ഈ സെയിം സാരി 3,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിൽക്കണമെങ്കിൽ ഇപ്പോൾ ബുദ്ധിയില്ലാത്ത കുറേ എണ്ണം വന്ന് പറയും അവർ ബൾക്കായിട്ടായിരിക്കും കൊടുക്കുന്നതെന്ന്. ബൾക്കായിട്ടാണെങ്കിലും അല്ലെങ്കിലും അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, അവർക്കറിയാം സാരിയുടെ ക്വാളിറ്റി എന്താണെന്ന്. ആ സാരിയുടെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ 7,500 രൂപ എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒത്തുപോകാൻ പറ്റാത്ത ഓവർ പ്രൈസിങ് ആണ് എന്ന്. അതിൻ്റെ മാർജിൻ്റെ ഗണത്തിലൊന്നും പെടുത്താൻ പറ്റത്തില്ല, നേരെ മറിച്ച് കഴുത്തറപ്പിൻ്റെ ഗണത്തിലേ പെടുത്താൻ പറ്റത്തുള്ളൂ എന്ന് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വ്യക്തമായിട്ടറിയാം. ഈ ഒരു സാരി ഇപ്പം ഇത്രയധികം ആളുകൾ സംസാരിച്ചതാണ്, അവർ 3,000 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഓഫ് കോഴ്സ് ആളുകൾ പോയി എടുക്കും. പക്ഷേ ആ സാരിക്ക് 3,000-നേക്കാൾ കൂടുതൽ ഈ 7,500 രൂപ തന്നെയാണ് മതിപ്പുള്ളതെങ്കിൽ, അതായത് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാബാണ്, 7,500 രൂപയുടെ മതിപ്പ് അതിനുണ്ട് എങ്കിൽ ഇവർക്ക് ഭ്രാന്തുണ്ടോ? ഈ പൊത്തീസുകാർക്ക് അത്രയും വിലയുള്ള ഗുഡ് ക്വാളിറ്റി ഫാബ്രിക് വെറും 3,000 രൂപയ്ക്ക് കൊടുക്കാൻ, അവരുടെ മാർജിനും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് 3,000 രൂപയ്ക്ക് കൊടുക്കാൻ അവിടെ ആടി സെയിലിൽപ്പെട്ട തുണിയൊന്നും അല്ല ഇത്. കാരണം ആ വീഡിയോയിൽ അവർ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ ഒരുപാട് പേർ കുറ്റപ്പെടുത്തുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ സമൂഹത്തിൽ ചില കാര്യങ്ങൾ ശരി ഏത് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാനൊന്നും നമ്മൾ ആളല്ല. പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ നന്നായി പഠിച്ചിട്ട് ചില കാര്യങ്ങൾ വ്യക്തതയോടുകൂടി സംസാരിക്കുമ്പോൾ അടച്ചാക്ഷേപിക്കാൻ
വരുന്നത് അതൊരു ശരിയായിട്ടുള്ള മാർഗ്ഗമല്ല. കാരണം അത് നിങ്ങൾ എന്തിനാ എന്നെ പറഞ്ഞത്, അങ്ങനെയല്ല ഞാൻ ചിന്തിക്കുന്നത്. ഇത് കേട്ട് മനസ്സിലാക്കാനുള്ള ഒരുപാട് ആളുകളെ കൂടെ നിങ്ങൾ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. ഈ ഓർഗൻസ എന്ന് പറയുന്ന ഫാബ് തന്നെ പലതരത്തിലുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിൽക്കി ഓർഗൻസ, ഗ്ലാസ് ഓർഗൻസ, അങ്ങനെ എന്തൊക്കെയോ ഓർഗൻസകളുണ്ട്. അതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് മനസ്സിലാകും. ഈ സാരിയുടെ ഒരു ടെക്സ്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗൻസയാണ്. മനസ്സിലായോ? അതിൻ്റെ ആ ഫ്ലവേഴ്സ് ആണെങ്കിലും മെഷീൻ എംബ്രോയിഡറിയാണ്. ഈ പറഞ്ഞ 7500 പ്രൈസ് അതിന് ഈടാക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനകത്തൊരു ഹാൻഡ് എംബ്രോയിഡറി ഉണ്ടായിരിക്കണം. നിങ്ങൾ ആരെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള എംബ്രോയിഡറി മെഷീൻസ് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഞാൻ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു മെഷീൻ പറഞ്ഞ ഒരു 1.5-2 ലക്ഷം രൂപ വിലയുള്ള ഒരു സ്വിങ് മെഷീനാണത്. അതിനകത്തേക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ഫ്ലവേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തുണി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് ചായ കുടിക്കാം. മെഷീൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് എവിടേക്കാണോ ഈ ബുട്ടാസ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഡിസൈൻ ചെയ്യേണ്ടത് ആ മെഷീൻ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഒരു സാരി കംപ്ലീറ്റ് ഈ മെഷീൻ എംബ്രോയ്ഡറി ചെയ്തു തരും. അറ്റ് ദ സെയിം ടൈം ഇത് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ സാരിക്ക് 7500 മുതൽ വേണമെങ്കിൽ പ്രൈസ് ഈടാക്കാം. നേരത്തെ പറഞ്ഞതുപോലെ മെഷീൻ എംബ്രോയ്ഡറി ആയതുകൊണ്ട് ഇതിന് 7500 പോയിട്ട് ഈ പോത്തീസുകാരിട്ടിരിക്കുന്ന 3000 പോലും, അതായത് ഗുണമുള്ള ഫാബ്രിക്കോ ആ വർക്കുകളോ അതിലില്ല. മനസ്സിലായോ? ഈ ഞാൻ പറഞ്ഞത് ഈ പോത്തീസിനാണെങ്കിലും അഹാന കൃഷ്ണയുടെ ബുട്ടീക്കിലാണെങ്കിലും മിഥിലയുടെ ബുട്ടീക്കിലാണെങ്കിലും ഈ ആളുകൾ എത്തിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഈടാവുന്നത് 1000-ൽ താഴെ രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഹാനയ്ക്ക് ആ ഒരു പ്രൈസ് കയറ്റിയിടാൻ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കസ്റ്റമേഴ്സുമായിട്ട് കണക്റ്റഡ് ആവുന്നതല്ല. ഈ പറഞ്ഞ പോലെ മാർജിൻ നിശ്ചയിക്കുമ്പോൾ ആ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പാക്കറ്റ് അല്ലെങ്കിൽ ഇവരുടെ യാത്രാ ചെലവ് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് അതൊക്കെ പിന്നെയും കണക്റ്റഡ് ആണ് കസ്റ്റമേഴ്സുമായിട്ട്. നിങ്ങൾക്ക് മാർജിൻ്റെ ഗണത്തിൽ അത് പെടുത്താം. പക്ഷേ 7500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റെന്തോ കാരണങ്ങൾക്ക് വേണ്ടി പ്രൈസ് കൂട്ടിയിടുകയാണ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ അതിലൊന്നും കണക്ട് ചെയ്യാൻ ഒരിടത്തും പറ്റത്തുമില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കും അഹാന കൃഷ്ണയ്ക്കെതിരെ സംസാരിക്കും. ഒരിക്കലും ഞാൻ അഹാന കൃഷ്ണയ്ക്കെതിരെ സംസാരിക്കുകയല്ല, ആ തുണിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം പോത്തീസ് എന്ന് പറയുന്ന വലിയ ആ ഒരു ഷോപ്പ് വെറും 3000 രൂപയ്ക്ക് ആ ഒരു തുണി കൊടുക്കണമെങ്കിൽ ആ തുണിയുടെ യഥാർത്ഥ ക്വാളിറ്റി എന്താണ് എന്ന് സാധാരണക്കാർ മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. പോത്തീസുകാരും ഈ മാർജിനൊക്കെ അതിനകത്ത് സെറ്റാക്കിയിട്ടാണ് ഈ ഒരു പ്രൈസ് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ മറ്റൊരു കാര്യം കൂടെ ആലോചിച്ചു, പോത്തീസുകാരും അഹാന കൃഷ്ണയെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. കാരണം അവർക്ക് ഈ സാരി കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിട്ടാണ് അഹാന കൃഷ്ണ എന്ന് പേര് പറയാതെ അഹാന കൃഷ്ണ ഇട്ടിരുന്ന പ്രൈസ്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നി, ഞാൻ ആദ്യമൊരു കാര്യം പറയട്ടെ, പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അഹാന കൃഷ്ണയെ ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഒരു ഇതിൽ ആശയപരമായിട്ട് പൊരുത്തമില്ലാത്ത കാര്യങ്ങളെ മാന്യമായി അവതരിപ്പിക്കുക എന്നുള്ള ചിന്താഗതി മാത്രമേ എനിക്കുള്ളൂ, ഉദ്ദേശശുദ്ധി മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ വന്നു, ആഹാ ഇവരും അപ്പോൾ അഹാന കൃഷ്ണ എടുത്ത് മാക്സിമം യൂസ് ചെയ്യുന്നത് പോലെ, അതായത് അവരുടെ പ്രൈസ് അവരുടെ പേര് ഇൻഡയറക്റ്റ്ലി പറയുന്ന പോലെ എനിക്ക് തോന്നിയില്ല. ആ ഒരു ഓവർ പ്രൈസിങ് ആണല്ലോ ഇതിന് കാരണം. പോത്തീസ് പോലെ വലിയ ഒരു വസ്ത്ര വ്യാപാരശാല ഈ അഹാന കൃഷ്ണയുടെ ആ ഒരു പ്രൈസിങ്ങും സാരി സ്റ്റോറീസ് ബൈ മിഥിലയുടെ പ്രൈസിങ്ങും ഒക്കെ എടുത്ത് അവരുടെ കച്ചവടം പൊലിപ്പിക്കണമെങ്കിൽ അതിൽ എത്രമാത്രം കള്ളത്തരമുണ്ട് എന്ന് ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആളുകളുടെ മണ്ടയ്ക്ക് കയറിയിരുന്ന് ഞങ്ങൾക്ക് കൊട്ടാതെ ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതിപ്പോൾ ഓണത്തിൻ്റെ ഷോപ്പിംഗ് ഒക്കെ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവും, ഇനി ക്രിസ്മസ് വരുന്നുണ്ട്. ഇതുപോലെയുള്ള ബുട്ടീക്ക് സ്കാമുകൾ, ഇപ്പോൾ ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഈ സീസൺ വരുമ്പോൾ എത്ര വില കൊടുത്തും ഈ സാധനം തുണി വാങ്ങിക്കാൻ സ്ത്രീകൾ മുന്നിട്ട് നിൽപ്പുണ്ടെന്ന് നല്ല ഭംഗിയായിട്ട് അറിയാവുന്നവരാണ് ഈ കാലയളവിൽ ഈ ഓൺലൈൻ ബുട്ടീക്കുകൾ സ്റ്റാർട്ട് ചെയ്തത്. അതിലെല്ലാവരെയും ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ 1-2 കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഏറ്റവും നല്ല ഓൺലൈൻ പർച്ചേസിന് പറ്റിയ ബുട്ടീക്കുകൾ ഏതായാലും. ഞാൻ ശരിക്കും ഇന്ന് വരെയും ഓൺലൈനായിട്ട് ഒരു ഡ്രസ്സുകളും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ബുട്ടീക്സാണ്. ഞാൻ അവരുടെ ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ നോക്കിയിട്ട് ഡയറക്റ്റ് ഷോപ്പിലേക്ക് ചെല്ലാറാണ് പതിവ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് എനിക്ക് ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഡയറക്റ്റ് ചെന്ന് ഞാൻ വീഡിയോയിൽ കണ്ട അതേ ക്വാളിറ്റി നേരിട്ടും എനിക്ക് കാണാൻ പറ്റി. എൻ്റെ കൈ കൊണ്ട് തൊടുമ്പോൾ ആ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റിയിൽ അത്രയും എനിക്ക് മതിപ്പുണ്ടായെന്ന് തോന്നുന്ന ചില ബുട്ടീക്സാണ് സമീറ സനീഷിൻ്റെ, അതുപോലെ ടീ റോസ് ബൈ ഇസബല്ല. ഇതൊന്നും പ്രമോഷനൊന്നും അല്ല കേട്ടോ. അതുപോലെ സാരിക്കാണെങ്കിൽ
കാഞ്ചീവരം നമ്മുടെ ആര്യയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൈപ്പ് ലൈനിനും വൈറ്റിലേക്കും ഇടയ്ക്കായിട്ട് അവർക്ക് ഷോപ്പുണ്ട്, ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ മാരേജിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഈ സാധനം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവരെന്താണോ വീഡിയോയിൽ കാണിക്കുന്നത് ആ എക്സാക്റ്റ് കളറാണ് ആര്യയുടെ. ആര്യ ഒരുപാട് കഷ്ടപ്പെട്ട്, അതായത് അവർക്ക് ജീവിക്കണം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനും അവരുടെ സ്നേഹത്തിനും വിശ്വാസ്യതയ്ക്കും മൂല്യം കൊടുക്കുന്ന ഒരു തരം കച്ചവട തന്ത്രം. ഈ ഒരു തന്ത്രം ആരും അങ്ങോട്ട് പ്രയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇപ്പം സാരിക്ക് ആര്യ, അതുപോലെ പ്രശാന്തി, അത് തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ളൊരു ബുട്ടീക്കാണ്. ഞാൻ ഈ പറയുന്നത് പോലെ ഇൻസ്റ്റഗ്രാമിലൂടെ ഞാൻ ഇവരുടെ വീഡിയോസ് ഇങ്ങനെ കാണും, വെബ്സൈറ്റൊക്കെ ഞാനിങ്ങനെ കയറി നോക്കും. പക്ഷേ നമുക്ക് ചെന്നൈയിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ആ ഷോപ്പിൽ ഞാൻ കയറിയപ്പോൾ എക്സാക്റ്റ് അവരെന്താണോ ടസർ സിൽക്കിനൊക്കെ ഇത്രയും വില കുറച്ച് അവർ എന്താ കൊടുക്കുന്നതെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ. അതായത് പ്രശാന്തി എന്നാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ടസർ സിൽക്കിനൊക്കെ 7,500 സ്റ്റാർട്ട് ചെയ്ത് വിത്ത് ബ്ലൗസോട് കൂടി ഡെയ്സി ടസർ, നല്ല ഒറിജിനൽ ഡെയ്സി ടസർ മാർക്കോട് കൂടിയുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഇതൊക്കെ എങ്ങനെയാണ്. ഇപ്പോൾ എറണാകുളത്തുള്ള പല സാരി ഷോപ്പുകളിലും 20,000 അല്ലെങ്കിൽ 18,000 പോട്ടെ 10,000 മൂല്യമുള്ള ടസർ സിൽക്കിൻ്റെ സാരികൾ 7,500 രൂപയ്ക്ക് ഇവർ എങ്ങനെ കൊടുക്കും എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ കൂടെ എനിക്ക് വാങ്ങിക്കാൻ തോന്നിയിട്ടില്ല. എനിക്ക് കൈ കിട്ടുമ്പോൾ പൊട്ടയായിരിക്കുമോ, നൂലൊക്കെ വലിഞ്ഞിട്ട് സെക്കൻഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റ് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ, അതായത് അവർക്ക് അത്രയും കച്ചവടമുണ്ട്. ഏറ്റവും നല്ല അവരുടെ മാർജിനൊക്കെ കഴിഞ്ഞാൽ ഈ സാരിക്ക് ഇത്രയും പ്രൈസ് അവർക്ക് ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്കത് മതി. കാരണം അവരത്ര ഉയരത്തിലെത്തിയിട്ടുണ്ട്, അവർ കൊടുക്കുന്ന ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി. അപ്പം ആ കളറും സാരിയുടെ ക്വാളിറ്റിയും ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേ സംഭവം തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ള കുറച്ച് ബുട്ടികൾ, അതായത് ആര്യയുടെ കാഞ്ചീവരം ഡോട്ടിൽ പോയി കണ്ട് പർച്ചേസ് ചെയ്ത സംഭവമാണ്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ആരെയും ഡിഗ്രേഡ് ചെയ്യുമൊന്നുമില്ല. പക്ഷേ ക്വാളിറ്റി അറിഞ്ഞ് നിങ്ങളുടെ മാർജിൻ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ലാഭവിഹിതം മാന്യമായിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്താൽ അത് കസ്റ്റമേഴ്സിനും ഒരു സന്തോഷമായിരിക്കും, നിങ്ങൾക്കും ഒരു സന്തോഷമായിരിക്കും.